പണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതും എനിക്ക് ആവശ്യമുള്ളത്. ശാലിനിയുടെ ഓപ്പറേഷൻ, എൻ്റെ ഫ്യൂച്ചർ, ഇതിനൊക്കെ പണം ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ ഒരു റിസ്ക്കുള്ള ജോബ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു ഡോക്യുമെൻ്ററി. ഇത് ലക്ഷ്യറി ദ്വീപ്. വ്യത്യസ്തരായ മനുഷ്യരും നാം മൺമറഞ്ഞു പോയി നിൽക്കുന്ന പല ജീവികളും ജീവിക്കുന്ന ദ്വീപ്. ഇവിടെ ചെന്ന് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക. അതാണ് എൻ്റെ ജോബ്. ഹായ്, നമ്മൾ ലക്ഷറി ദ്വീപിലേക്കുള്ള യാത്രയിലാണ്. എന്നോടൊപ്പം ഒരു വലിയ സംഘം തന്നെയുണ്ട്. ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരുന്നതാണ്. Hi, we are saying the elephants, mother elephant, father elephant and baby elephant. Hi friend, this is our crew members Amar, Akbar and Anthony. ഞങ്ങൾ അടുത്ത് ഡിനോസറിനെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾക്ക് ഒരു മുയലിനെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ വെച്ചാണ് ഞങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നത്. ഹായ് എവരിബഡി, ദിസ് ഈസ് ദ ഷോ ഓഫ് വിസ്മയ ലോകം. ഇവിടുത്തെ കാഴ്ചകൾ ഇത്ര കണ്ടാലും മതി വരാത്തതാണ്. ഞങ്ങൾ ഡിനോസറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പോകുന്നത്. ഞാൻ ടി വിയിൽ കണ്ടു. ഓ മൈ ഗോഡ്, വാട്ട്? യെസ്, ഹി ഈസ് കമ്മിങ്. ഓ, എന്റെ പള്ളി അടിപൊളിയാണല്ല. ഹായ് ഫ്രണ്ട്സ്, ഇവിടുത്തെ മനുഷ്യരും വ്യത്യസ്തരാണ്. അവർ 4 വീലുള്ള വണ്ടി 2 വീലിൽ ഓട്ടിക്കും, 2 വീലുള്ള വണ്ടി 1 വീലിൽ ഓട്ടിക്കും. അങ്ങനെ ഇവിടെ ധാരാളം അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. വാച്ചിട്ട്. അളിയ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് ഇടത്തോട്ട് പോകേണ്ടത്. അളിയ, എനിക്ക് വലത്തോട്ട് പോകണം. ഇടത്തോട്ട് പിടിയിടാ. അളിയ, എനിക്ക് വലത്തോട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ? ഇടത്തോട്ട് പിടിയിടാ പുല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ആൾക്കാരെയൊക്കെ മൃഗങ്ങൾ തിന്നുന്നത്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് 25 ബംഗാളികളെയും കൊണ്ടാണ് വന്നത്. അവരെ എല്ലാം ഡിനോസർ തിന്നിരിക്കുകയാണ്. മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? വാട്ട്? ഓ, ഡിനോസറിന് മതകളായി. നമ്മളിവിടെ ഉള്ള ബംഗാളികളെ ഡിനോസർ തിന്നിരിക്കുകയാണ്. ഇനിയും വെയിറ്റ് ചെയ്താൽ അത് നമ്മളെയും തിന്നും. വേഗം എന്തെങ്കിലും ചെയ്യണം. എന്റെ പരിചയത്തിൽ ഒരുത്തുണ്ട്. അവൻ നാടൻ തോക്കുന്നത് മിസൈൽ റേഞ്ചർ വരെ ഉണ്ടാക്കും. ഒന്ന് വേഗം ആകട്ടെ. ഇപ്പം ശരിയാക്കി തരാം. കുറച്ചുകൂടെ ഉള്ളൂ, ഇപ്പൊ ശരിയാക്കി തരാം. വിസ്മയ ലോകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ രണ്ടും കളിപ്പിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഡിനോസറിനെ തട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങളിവിടെയുള്ള ആൾക്കാരെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഒരു ആടിനെ കെട്ടിയിരിക്കുകയാണ്. അതിനെ തിന്നാൻ വേണ്ടി അത് വരുമെന്നാണ്. Yes, he's coming. Get ready. Fall. ഇപ്പോൾ കിട്ടിയ വാർത്ത. കേരളത്തിൽ നിന്ന് ഡോക്യുമെന്ററി എടുക്കാൻ വന്നവർ ഡിനോസറിനെ വെടിവെച്ചു കൊന്നു. അവർക്കെതിരെ പോലീസ് കേസെടുത്തു. അനധികൃതമായി ഡിനോസറിനെ വെടിവെച്ചതിനാണ് കേസെടുത്തത്. യു ആർ അണ്ടർ അറസ്റ്റ്. കുറെ നാളും കൊണ്ട് കേൾക്കുക, ഡിനോസർ അവനെ കൊന്നു, ഇവനെ കൊന്നു. ഇവിടെ ആൾക്കാരെ കൊല്ലുന്നില്ലേ? അതൊന്നും കുഴപ്പമില്ലേ? 30 പേരെ ഡിനോസർ തിന്നെന്ന് പറയുന്നു. ആരെങ്കിലും കണ്ടാറുണ്ടോ? തെളിവുണ്ടോ അതിന്? പുറത്തു നിന്ന് വന്നവർ നമ്മുടെ വേഷം രൂപമായ ഡിനോസറിനെ കൊല്ലാൻ ആരാണ് അനുവാദം കൊടുത്തത്? ഇവനെയൊക്കെ ജയിലിൽ ഇട്ടാ പോരാ, പിന്നെ ഇവനക്ക് വെടിവെച്ച് കൊല്ലണം. മുഖ്യപ്രതിയായ കിച്ചു കുറ്റമേറ്റെടുത്തതിനാൽ ബാക്കിയുള്ളവരെ വെറുതെ വിട്ടിട്ട് പ്രതിയെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. അവസാനമായി ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റൂ? നോ. പന്ന ഡിനോസറിന്റെ മക്കളെ കൊല്ലടായിരുന്ന കൊന്നോ? എന്റെ ശാലിനിക്ക് ഞാനുണ്ട്. ഓ മൈ ഗോഡ്.